ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതിന്റെ ഓറിൽ നിന്ന്. ഏതൊക്കെയാണ് അയണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർസ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. അതിൽ തന്നെ പ്രധാനമായിട്ട് ഹേമറ്റൈറ്റിൽ നിന്നും മാഗ്നറ്റൈറ്റിൽ നിന്നുമാണ് അയൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോ എക്സ്ട്രാക്ഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എർത്ത് ക്രസ്റ്റിലുള്ള ഓറിനെ പൊട്ടിച്ചെടുത്തിട്ട് ബിഗ് ലംസ് ആയിട്ട് വലിയ പാറക്കഷ്ണങ്ങൾ പോലെ പൊട്ടിച്ചെടുത്തിട്ട് ഇടിച്ച് പൊടിച്ച് പൗഡേർഡ് ഫോമിലാക്കി മാറ്റും. ദറ്റ് ഈസ് ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. അടുത്ത സ്റ്റെപ്പ് ഏതാ? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ നമുക്കറിയാം ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കും. ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് മെറ്റലിന്റെ നേച്ചറിനെയും അതിലൂടെ ഓറിന്റെ നേച്ചറിനെയും അതിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസിനെയും വെച്ചിട്ടാണ്. അപ്പോൾ അയണിന്റെ ഇമ്പോർട്ടന്റ് ഓർസ് ഏതൊക്കെയാ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഈ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഓക്സൈഡ് ഓറാണ്. ഓക്സൈഡ് ഓറാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഓക്സൈഡ് ഓറിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? വാഷിംഗ് ഓർ ലെവിഗേഷൻ. ഇങ്ങനെ വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ നടത്തി കോൺസെൻട്രേറ്റ് ചെയ്താലും അതിൽ ഓക്സൈഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതും കഴുകിയാൽ പോകുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാം ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും മാഗ്നറ്റിക് ആണ്. അതുകൊണ്ട് കാസിട്രൈറ്റ് ഒക്കെ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തും. ചുരുക്കി പറഞ്ഞാൽ ഹേമറ്റൈറ്റിനെയും മാഗ്നറ്റൈറ്റിനെയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്: വാഷിംഗ് ആൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇങ്ങനെ കിട്ടിയ ഓറിനെ കോൺസെൻട്രേറ്റ് ഓറിനെ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഏതാ? പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. ഈ ഓറിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് രണ്ട് സ്റ്റെപ്പാണുള്ളത്. ഒന്ന് കാൽസിനേഷൻ ഓർ റോസ്റ്റിംഗ്, രണ്ട് റിഡക്ഷൻ. അപ്പോൾ കാൽസിനേഷൻ ആണോ റോസ്റ്റിംഗ് ആണോ ഇവിടെ നടത്തേണ്ടത്? ഇത് ഓക്സൈഡ് ഓറാണ്. അപ്പൊ ഇനി ഓക്സിജൻ കടത്തിവിട്ട് വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല. ഇതിന് വെറുതെ ഹീറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് കാൽസിനേഷൻ. ഈ കാൽസിനേഷൻ നടത്താനായിട്ട് ഓക്സിജൻ വേണ്ട. ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഇങ്ങനെ കാൽസിനേഷൻ നടത്തി കിട്ടുന്ന ഓറിനെ, കാൽസൈൻഡ് ഓറിനെ, ഇപ്പോൾ മെറ്റൽ ഓക്സൈഡ് ആണ്. ഇതിൻ്റെ അകത്തുള്ള വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ മാറ്റി, അതായത് ഫോസ്ഫറസ്, ആർസെനിക് ഒക്കെ പോലെയുള്ളത് മാറ്റി ഈ ഓറ് ബ്രിട്ടിലായി. ഇങ്ങനെ കിട്ടിയ കാൽസൈൻഡ് ഓറിനെ നമ്മൾ റിഡക്ഷൻ നടത്താനായിട്ട് ഒരു ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എടുക്കും. ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒന്ന് സ്മെൽറ്റിംഗ്. സ്മെൽറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ഓർ വിത്ത് കാർബൺ. രണ്ട് സ്ലാഗിംഗ്. സ്ലാഗിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ ഫോം ഓഫ് സ്ലാഗ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഫ്ലക്സ്. ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ഒരു ടോൾ സിലിണ്ടറിക്കൽ ഫർണസ് ആണ്. അത് ഫയർ ബ്രിക്സ് കൊണ്ട്, അതായത് നമ്മുടെ ചുടുകട്ടയൊക്കെ പോലെ സാധനങ്ങളില്ലേ, ആ ചുടുകട്ട കൊണ്ടുള്ള ലൈനിങ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഹീറ്റിനെ അതിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും ഈ ഫയർ ബ്രിക്സിന്. അങ്ങനെ ഫയർ ബ്രിക്സും കൊണ്ട് ലൈനിങ് ഉണ്ട്. ഇവിടെ ഹോട്ട് എയർ കടത്തിവിടാൻ ടയേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ് ആണുള്ളത്. നമ്മുടെ റോ മെറ്റീരിയൽസ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. ഇത്രയുമാണ് ബ്ലാസ്റ്റ് ഫർണസിന്റെ ഭാഗങ്ങൾ. ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മളുടെ റോ മെറ്റീരിയൽസ് ആയ കോക്ക്, കാൽസൈൻഡ് ഓർ ആൻഡ് ലൈംസ്റ്റോൺ ഇവിടെ ഈ കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റിന്റെ സഹായത്താൽ ഇവിടുന്ന് താഴേക്ക് ഇടുന്നു. ഹോട്ട് എയർ ടയേഴ്സിന്റെ സഹായത്താൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ റിയാക്ഷൻസിന്റെ ഫലമായി ഉണ്ടാകുന്ന സ്ലാഗ് ഇതിന്റെ അപ്പർ പാർട്ടിൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് കളക്ട് ചെയ്യപ്പെടുന്നു.
ഡെൻസിറ്റി കൂടിയ അയേണിനെ ബ്ലാസ്റ്റ് ഫർണസിന്റെ ബോട്ടം പാർട്ടിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇങ്ങനെ കിട്ടുന്ന അയേണിനെ പിഗ് അയേൺ എന്ന് പറയും. ഇനി ഇതിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഹോട്ട് എയർ കടത്തിവിടുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന കോക്കുമായിട്ട് അത് റിയാക്ട് ചെയ്ത്, കോക്ക് എന്ന് വെച്ചാൽ കാർബൺ തന്നെ, കാർബണും ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. അതായത് കോക്ക് കത്തുന്നു. അങ്ങനെ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലുള്ള ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡും വീണ്ടും കോക്കുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ പ്രധാനമായും റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഈ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലുള്ള ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നു. ഈ കാർബൺ മോണോക്സൈഡ് അയൺ ഓക്സൈഡിനെ അയേണാക്കി മാറ്റുന്നു. അങ്ങനെ റിഡക്ഷൻ നടക്കും. ഇവിടെ നിന്നും വരുന്ന ലൈം സ്റ്റോൺ കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് ഡികമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡായി മാറും. ഈ കാൽസ്യം ഓക്സൈഡ് ഇതിൻ്റെ അകത്തുള്ള അസിഡിക് ഇമ്പ്യൂരിറ്റീസുമായി ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് സ്ലാഗായി മാറുന്നു. ആ സ്ലാഗിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്യപ്പെടുന്ന മോൾട്ടൺ അയണിന്റെ മുകളിലായി അത് ശേഖരിക്കപ്പെടുന്നു. ഈ മോൾട്ടൺ അയൺ ഇതിൽ ടാപ്പ് ചെയ്തെടുക്കുന്നു, സ്ലാഗിനെയും ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന റിയാക്ഷൻസ്. Coke, the basic fuel for the blast furnaces that produce pig iron or first fusion iron. During this process, various byproducts are obtained, among them coke oven gas, a fuel used in later stages of the steelmaking process. Another raw material for the blast furnaces is lime that is hardened in the continuous chain oven of the sinter plant. Processed iron and coal, the basic raw materials for producing pig iron, are sent to blast furnaces consisting primarily of a large cylindrical structure over 160 feet high whose interior is lined with refractory brick. In the blast furnace, the iron oxides contained in the pellets and sinter, which are stored in a hopper's facility, along with limestone, coke, are reduced and converted to pig iron. Mixed in the proper amounts, these raw materials produce layers of various thicknesses when they are deposited in the blast furnaces through the charging system located on the top. Hot air is introduced under pressure into the bottom of the furnace, blasting the coke and smelting the iron ore in an environment of up to 1650 degrees Celsius. In the lower part of the furnace, a graphite hearth or crucible receives the molten metal, which then is drained through tap holes and troughs and emptied into 200 metric ton capacity torpedo cars. The slag generated during the smelting is deposited in a slag pit to be cooled with water. It is later stored or sold as a byproduct.